തൃപ്പാപ്പൂർ സ്വരൂപം എന്ന ചെറിയൊരു ദേശത്തിൻ്റെ രാജാവായി മാറിയ മാർത്താണ്ഡവർമ്മ ആഭ്യന്തരമായി നിലകൊണ്ട എതിരാളികളെ അടിച്ചമർത്തി തന്നിൽ കേന്ദ്രീകൃതമായ ഒരു ഭരണ സംവിധാനം സൃഷ്ടിച്ചെടുത്തു എന്ന് പറഞ്ഞല്ലോ. അതിനപ്പുറം വിശാല തിരുവിതാംകൂർ എന്ന ആശയവുമായി പടനയിച്ച മാർത്താണ്ഡവർമ്മ പല അയൽദേശങ്ങളെയും കീഴടക്കുകയുമുണ്ടായി. അപ്രകാരമാണ് കൊച്ചി വരെയും നീണ്ടുനിന്ന ആധുനിക തിരുവിതാംകൂറിൻ്റെ രൂപമൊക്കെ ഉണ്ടാവുന്നത്. അയൽദേശങ്ങളൊക്കെ വെട്ടിപ്പിടിച്ചെങ്കിൽ പോലും ഈ ദേശങ്ങളിൽ നിന്ന് സ്ഥിരമായി പ്രശ്നങ്ങളും കലാപങ്ങളും ഒക്കെ ഉണ്ടായതും ഇവയെയൊക്കെ നിയന്ത്രിക്കാനായി സ്ഥിരം സൈന്യത്തെ പല മേഖലകളിലും നിലനിർത്തുകയുമൊക്കെ ചെയ്ത ഒരു കാലത്തിലൂടെയാണ് തിരുവിതാംകൂർ എന്ന് കടന്നുപോയത്. എന്നാൽ ഇതിനിടയിൽ തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നിർണായകമായി മാറിയ ഒരു സംഭവം മാർത്താണ്ഡവർമ്മ ചെയ്യുകയുണ്ടായി. 1750 ജനുവരി 3 താൻ വെട്ടിപ്പിടിച്ച എല്ലാ ദേശങ്ങളും തൻ്റെ രാജ്യവും അടങ്ങുന്ന തിരുവിതാംകൂർ രാജ്യം തൻ്റെ കുലദൈവമായ ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു ചടങ്ങ് മാർത്താണ്ഡവർമ്മ നടത്തുകയുണ്ടായി. അതാണ് തൃപ്പടിദാനം എന്ന പേരിൽ പ്രശസ്തമായ സംഭവം. വിശദമാക്കാം. 1750 ഈ നടപടിക്കൊക്കെ എത്രയോ വർഷങ്ങൾ മുന്നേ തന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ തോതിൽ തന്നെ മാർത്താണ്ഡവർമ്മ ഇടപെട്ടിരുന്നു. ആധുനിക കാലത്തെ ക്ഷേത്രത്തിൻ്റെ രൂപത്തിന് തുടക്കമിട്ടതുകൂടി മാർത്താണ്ഡവർമ്മയാണ്. അദ്ദേഹം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തന്നെ പുതുക്കി പണിയുകയുണ്ടായി. ഇന്ന് കാണുന്ന ഒറ്റക്കൽ മണ്ഡപം, ശീവേലിപ്പുര, ഗോപുരം തുടങ്ങിയവയൊക്കെ തന്നെ മാർത്താണ്ഡവർമ്മ മഹാരാജാവുള്ള സമയം നിർമ്മിച്ചതാണ്. 1731 കാലഘട്ടത്തിലാണ് ഇത്തരം നടപടികളൊക്കെ ഉണ്ടായത്. നേപ്പാളിലെ ഖണ്ഡികി നദീതടത്തിൽ നിന്നും 12,000 സാളഗ്രാമങ്ങൾ കൊണ്ടുവന്നാണ് ശ്രീ പത്മനാഭസ്വാമി വിഗ്രഹം പുതുക്കി നിർമ്മിച്ചത്. ക്ഷേത്രങ്ങളിലെ ചടങ്ങുകൾക്കുമൊക്കെ അദ്ദേഹം മാറ്റങ്ങൾ വരുത്തുകയുണ്ടായി. മുറജപം, ഭദ്രദീപം തുടങ്ങിയവയൊക്കെ ഇദ്ദേഹത്തിൻ്റെ കാലത്ത് ഉണ്ടായതാണ്. ക്ഷേത്രത്തിലെ ഉത്സവം 2 തവണ നടത്താൻ തീരുമാനിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. ഇത്തരത്തിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ അടിമുടി മാറ്റിക്കൊണ്ടാണ് മാർത്താണ്ഡവർമ്മ മുന്നോട്ട് പോകുന്നത്. ഏറെ പ്രശസ്തമായ കിഴക്കേ ഗോപുരത്തിൻ്റെ 7 നിലകളിൽ 5 പൂർത്തിയായതും ഇദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെയാണ്. അതിനിടയിലാണ് തൃപ്പടിദാനം നടത്തുന്നത്. 1750 ജനുവരി 3 ബുധനാഴ്ച രേവതി നക്ഷത്രവും പൂർവപക്ഷത്തെ സപ്തമിയും ചേർന്ന സുദിനത്തിലാണ്, അതായത് കൊല്ലവർഷം 925 മകരം 5 തൃപ്പടിദാനം നടത്തുന്നത്. ഉദ്യോഗസ്ഥന്മാരോടും കുടുംബാംഗങ്ങളോടും മറ്റു പ്രഭുക്കന്മാരോടുമൊക്കെ ക്ഷേത്രത്തിലെത്താൻ ആവശ്യപ്പെടുകയും തുടർന്ന് മാർത്താണ്ഡവർമ്മ അവിടേക്ക് കടന്നെത്തി തൻ്റെ ഉടവാൾ ഒറ്റക്കൽ മണ്ഡപത്തിൽ സമർപ്പിച്ച ശേഷം ഈ രാജ്യം പത്മനാഭന് സമർപ്പിച്ചുകൊണ്ടുള്ള തൃപ്പടിദാനം നടന്നു. താനും തൻ്റെ പിൻഗാമികളായ രാജാക്കന്മാരും ഇനി ശ്രീ പത്മനാഭദാസൻ എന്ന പേരിൽ അറിയപ്പെടുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. അതായത് പത്മനാഭൻ്റെ ദാസന്മാർ എന്ന നിലയിൽ ദേവാർപ്പിതമായ പാവന നിയോഗമായി കണ്ട രാജ്യത്തിൻ്റെ ഭരണം ഇനി തങ്ങൾ നടത്തുമെന്നതായിരുന്നു തൃപ്പടിദാനത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയം. ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടതുകൊണ്ട് തന്നെ തനിക്കിനി രാജ്യമില്ലെന്നും ശ്രീ പത്മനാഭസ്വാമിയുടെ വകയായി മാറിയ തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ പ്രതിനിധിയായിക്കൊണ്ട് താനും തൻ്റെ പിൻഗാമികളും ഇനി ഭരണം നടത്തുമെന്നും മാർത്താണ്ഡവർമ്മ പ്രഖ്യാപിക്കുകയുണ്ടായി. അങ്ങനെ താൻ വെട്ടിപ്പിടിച്ചെടുത്ത വിശാല തിരുവിതാംകൂറിനെ ശ്രീ പത്മനാഭൻ്റെ കീഴിലേക്ക് മാർത്താണ്ഡവർമ്മ കൊണ്ടുവരികയുണ്ടായി. അങ്ങനെ ഭരണാധിപന്മാർ ശ്രീ പത്മനാഭദാസനായി മാറി. ഭരണത്തിൻ്റെ ആസ്ഥാനമായ കൽക്കുളം കൊട്ടാരം ശ്രീ പത്മനാഭപുരം കൊട്ടാരവുമായി മാറി. ഏതായാലും വെട്ടിപ്പിടിച്ച ദേശങ്ങൾക്ക് കൂടെ അവരുടെയും ദൈവം ഭരണാധികാരിയായി വരുന്നു എന്നത് അവിടെയുള്ള ജനങ്ങൾക്കിടയിലും കലാപ സാധ്യതകളെ ഇല്ലാതാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചു എന്ന് നിസ്സംശയം പറയാം. അതുകൊണ്ട് തന്നെ തൃപ്പടിദാനം എന്നത് ഭക്തിയുടെയും തന്ത്രത്തിൻ്റെയും സമ്മിശ്രമായ ഒരു നടപടിയായിരുന്നു എന്നുകൂടി പറയാവുന്നതാണ്. അതായത് ആഭ്യന്തരമായി മാർത്താണ്ഡവർമ്മ കീഴടക്കിയ രാജ്യങ്ങളിൽ നിന്ന് ഉയർന്നേക്കാവുന്ന കലാപങ്ങളെയും ജനരോഷത്തെയും ഒക്കെ ഇല്ലാതാക്കാൻ തൃപ്പടിദാനത്തെ മാർത്താണ്ഡവർമ്മ ഉപയോഗിച്ചു എന്ന് പറയാവുന്നതാണ്. ഒരുപക്ഷെ യൂറോപ്യൻ രാജ്യങ്ങൾ മതത്തിൻ്റെ പേരിൽ നടത്തിയിരുന്ന തന്ത്രങ്ങൾ മാർത്താണ്ഡവർമ്മ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് തന്നെ മതത്തെപ്പോലെ ജനങ്ങളെ കയ്യിലെടുക്കാനും ഇളക്കിമറിക്കാനും ശക്തമായ ആയുധം മറ്റൊന്നില്ലെന്ന് മനസ്സിലാക്കിയതോടെ ആവാം മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനത്തിന് മുതിർന്നത്. ക്ഷേത്രത്തിനെ അടിമുടി വികസിപ്പിക്കാനായി വലിയ തോതിൽ പണം ചെലവഴിച്ചതും പത്മനാഭദാസന്മാർ എന്ന നിലയിൽ ഭരണം നടത്തുമെന്നതും ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത സൃഷ്ടിക്കുകയുമുണ്ടായി. രാജ്യം ദൈവത്തിൻ്റേതായതോടുകൂടി അയൽ രാജ്യങ്ങളായിരുന്ന മേഖലകളിലെ കലാപങ്ങളും ജനരോഷവുമൊക്കെ കെട്ടടങ്ങിയെന്നും പറയാം. ഇത്തരത്തിൽ തൃപ്പടിദാനത്തിലൂടെ നടന്നത് ഭക്തിയും തന്ത്രവും ഒരുപോലെ നിറഞ്ഞ ഒരു സംഭവമാണെന്ന് പറയാം. ഏതായാലും മാർത്താണ്ഡവർമ്മ പിടിച്ചെടുത്ത ദേശങ്ങൾ ചേർത്ത് സമാധാനമുള്ള കേന്ദ്രീകൃതമായ വിശാല തിരുവിതാംകൂർ സൃഷ്ടിക്കപ്പെട്ടു എന്നത് ചരിത്രം.